പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളും ഭൂമിയും വലിപ്പമുള്ള ജന്നത്ത് ഒരുക്കി വെച്ചത് മുത്തഖീങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളുടെ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറായി, അവർ വിഷമാവസ്ഥയിലും അതുപോലെ ഐശ്വര്യത്തിൻ്റെ അവസ്ഥയിലും ഒക്കെ ഇൻഫാഖ് ചെയ്യുന്ന ആളുകളാണ്, ധനം ചെലവഴിക്കുന്ന ആളുകളാണ്. വൽ കാളിമീനൽ ഗൈള, കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കുന്ന ആളുകളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അവർ ഈ വിശേഷണത്തിന് അർഹരാകാനുള്ള കാരണം വേറെ ചില വിശേഷണങ്ങൾ അവർക്കുള്ളതുകൊണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അടുത്ത ആയത്തിലാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, അവരൊരു ഫാഹിഷത്ത് ചെയ്താൽ. ഖുർആനിൽ 2 തരം ഫാഹിഷത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ബാഹ്യമായിട്ടുള്ള വ്യക്തമായ ഫാഹിഷത്ത്, വ്യഭിചാരം പോലെയുള്ളത്. രണ്ടാമത്തത് ഗീബത്ത് പോലെയുള്ള ബാത്തിനായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഫാഹിഷത്ത്. ഇതെന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഔ ലലമു അൻഫുസഹും, അതല്ല സ്വന്തത്തോട് അക്രമം ചെയ്തു, കിബിറ് പോലെയുള്ളത് കൊണ്ട് നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചു, ഇങ്ങനെ വല്ലതും അവരുടെ അടുത്തുനിന്ന് സംഭവിച്ചാൽ ദക്കറുല്ലാ, അവർ അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ തെറ്റിന് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ ചെയ്തിട്ടാണ് അവരാദ്യം പറഞ്ഞ ക്വാളിറ്റിയിലുള്ള ആളുകളായി മാറുന്നത്. അവരെന്തെങ്കിലും ഫാഹിഷത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. കാരണം പാപങ്ങളൊക്കെ പൊറുക്കുന്നത് അള്ളാഹുവാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് പാപങ്ങളൊക്കെ അള്ളാഹു അല്ലാതെ പൊറുക്കുന്നത്? അള്ളാഹു തുടർന്ന് പറയുകയാണ്, വലം യുസിറു അലാമ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്നവരല്ല അവർ. ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വ ജന്നാത്തുൻ, അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ ജന്നത്തും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള മടക്കത്തെ 2 തരത്തിൽ കാണാൻ കഴിയും. ഒരു മടക്കമെന്നത് അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം അകന്നുപോയ ആളുകൾ ചെയ്യേണ്ട മടക്കാണ്. വീടുപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ഒരു മകൻ വീട്ടിലേക്ക് തിരിച്ചു വരും പോലെയുള്ളൊരു മടക്കാണ്. വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം പിന്നെ എപ്പോഴും വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കണം. വീട്ടിൽ നിന്ന് ചെറുതായിട്ട് പുറത്തു പോയി കഴിഞ്ഞാലും രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് മടങ്ങിക്കൊണ്ടേയിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ മടങ്ങിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കാൻ മടങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാ ആവശ്യങ്ങൾക്കും മടങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അള്ളാഹുവിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അവനിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. ചെറിയ തെറ്റുകൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിലേക്ക് ഉടനടി മടങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ആദ്യത്തെ മടക്കം, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അകന്നുപോയ ആളുകൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മടങ്ങുന്ന മടക്കം, ആ മടക്കത്തിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപേക്ഷിക്കുകയും ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള വലിയ ഖേദം മനസ്സിലുണ്ടാകുകയും വേണം. അതോടൊപ്പം ഇനി ഭാവിയിൽ തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം. 4-മതായിട്ട് എന്തെങ്കിലും അവകാശം ഹനിച്ചിട്ടുണ്ടെങ്കിൽ അത് വീടണം. മനുഷ്യരുടെ അവകാശമാണെങ്കിൽ, ആരുടെയെങ്കിലും ധനം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധനം തിരിച്ചു കൊടുക്കണം. ആരെക്കുറിച്ചെങ്കിലും ഗീബത്ത് പറയുകയോ ഇല്ലാത്തത് പറഞ്ഞു പരത്തുകയോ ചെയ്യുകയും അതാ മനുഷ്യൻ അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കണം. അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതേസമയം അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇനി അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കുറേ നിസ്കാരം ഉപേക്ഷിച്ചു, സക്കാത്ത് കൊടുത്തില്ല, അത്തരം കാര്യങ്ങൾ കൊടുത്ത് വീടണം. കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് വീടി അള്ളാഹുവിലേക്ക് മടങ്ങണം. അങ്ങനെ പ്രാഥമികമായി അള്ളാഹുവിൻ്റെ പാതയിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ഇസ്തിഗ്ഫാറോടുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് അവർ എല്ലാ പ്രയാസ സമയത്തും എല്ലാ ഐശ്വര്യ സമയത്തും ധനം ചെലവഴിക്കുന്നവരും കോപം വരുമ്പോൾ പിടിച്ചു കെട്ടുന്നവരും ജനങ്ങൾക്ക് വേഗം വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യാനും അവർക്ക് കഴിയുന്നത്. അങ്ങനെയാണ് അവർ മുഹ്സിനീങ്ങളാകുന്നത്. അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.